ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് നടക്കാതെ വരുമ്പോൾ ഒരു സങ്കടം തോന്നാറില്ലേ? ചിലപ്പോൾ നമുക്ക് തോന്നും, എൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെയെന്ന്. സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഒരു കൃത്യമായൊരു ഉത്തരവുണ്ട്. അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാൻ നമ്മൾ ചിലതൊക്കെ വിട്ടുകൊടുക്കാൻ പഠിക്കണം. കേൾക്കുമ്പോൾ ഒരു വിചിത്രമായി തോന്നിയേക്കാമല്ലേ? പക്ഷേ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ നിയമമാണിത്. ഒരുപാട് പേർക്ക് അറിയാത്ത, എന്നാൽ അറിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നിയമം. അതാണ് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്: നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും സമാധാനവും എങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുവരാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഒരു പുഴയിലോ കുളത്തിലോ ചെളി കലങ്ങിയ വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വെള്ളം തെളിയാൻ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? അതിൽ കല്ലെടുത്തിടുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് ഇളക്കുകയാണോ വേണ്ടത്? അതോ അതിനെ വെറുതെ വിടുകയാണോ വേണ്ടത്? പ്രശസ്ത തത്വചിന്തകനായ അലൻ വാട്ട്സ് ഈ ചോദ്യത്തിന് വളരെ ലളിതമായി ഉത്തരം നൽകി. മഴ കലങ്ങിയ വെള്ളം തെളിയാൻ അതിനെ വെറുതെ വിടണം. എത്ര സത്യസന്ധമായ വാക്കുകളാണിത്! നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. ഒരു സ്വപ്നമാകട്ടെ, ഒരു വലിയ ലക്ഷ്യമാകട്ടെ, അതായത് ഒരു ജോലിയോ അല്ലെങ്കിൽ വീടോ, അങ്ങനെ എന്തായാലും, അല്ലെങ്കിൽ ഒരു ബന്ധമാകട്ടെ, നമ്മൾ എത്രത്തോളം അതിനെ നമ്മുടെ കയ്യിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുവോ, അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ, അത്രത്തോളം അത് നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് തോന്നും. നമ്മൾ വല്ലാതെ മുറുകെ പിടിക്കുമ്പോൾ അത് നമ്മുടെ കൈവിട്ടു പോകാനുള്ള സാധ്യത കൂടുന്നു. കാരണം ജീവിതം എന്നത് എല്ലാത്തിനും മേൽ പൂർണ്ണ നിയന്ത്രണം നേടുന്നതിനെ കുറിച്ചുള്ളതല്ല. നമ്മൾ എപ്പോഴും വിചാരിക്കും, എനിക്കെല്ലാം എൻ്റെ നിയന്ത്രണത്തിൽ വേണമെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല. ചില സമയങ്ങളിൽ കാര്യങ്ങളെ അതിൻ്റെ ഒഴുക്കിന് വിടാനും ഈ പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു താളമുണ്ടെന്ന് വിശ്വസിക്കാനും ആ താളത്തിനൊപ്പം ഒഴുകാനും നമ്മൾ പഠിക്കണം. അവിടെയാണ് ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് അതിൻ്റെ മാന്ത്രികത കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം നിർബന്ധമില്ലായ്മയുടെ ഈ നിയമം, അതായത് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ വളരെ എളുപ്പത്തിലും മനോഹരമായും നേടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്ന് നോക്കാം. ഈ നിർബന്ധമില്ലായ്മയുടെ നിയമം, അതായത് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്, നമ്മളെ വളരെ ലളിതമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ അതിൻ്റെ ഫലത്തോടുള്ള അമിതമായ പിടിവാശി അഥവാ നിർബന്ധം ഉപേക്ഷിക്കണം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അതെങ്ങനെ ശരിയാവും? ഞാൻ ലക്ഷ്യം വെച്ച് കഷ്ടപ്പെടാതെ എങ്ങനെ അത് നേടിയെടുക്കും എന്ന്. പക്ഷേ ഇവിടെയാണ് രസകരമായ ഒരു കാര്യം. ഈ നിർബന്ധം വരുന്നത് എവിടെ നിന്നാണെന്നറിയാവോ? അത് ഭയത്തിൽ നിന്നും, ഈ പ്രപഞ്ചത്തിലുള്ള വിശ്വാസമില്ലായ്മയിൽ നിന്നുമാണ്. നമ്മൾ ഒരു കാര്യത്തിൽ അമിതമായി ആശ്രയിക്കുമ്പോൾ അത് നടന്നില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ആ ഭയമാണ് ഈ പിടിവാശിയായിട്ട് മാറുന്നത്. ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് നമ്മളെ ഒരു ഒഴുക്കിനൊത്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് നമുക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, അതിലൊരു സംശയമൊന്നും വേണ്ട. പക്ഷേ ആ ലക്ഷ്യങ്ങളുടെ ഫലം എങ്ങനെയായിരിക്കണം, എപ്പോഴായിരിക്കണമെന്ന് നമ്മൾ ആശങ്കപ്പെടരുത്. ആ ആശങ്കകളെയും ഉത്കണ്ഠകളെയും നമ്മൾ വിട്ടുകളയണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ജീവിതം എത്രമാത്രം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. ഒരു നിമിഷം പോലും നമുക്ക് അടുത്തത് എന്താണെന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല, അല്ലേ? നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശ്രദ്ധ ചുരുങ്ങുന്നു. നമ്മൾ കാണുന്ന സാധ്യതകൾ വളരെ കുറയുന്നു. ഒരു കിണറ്റിലെ തവളയെപ്പോലെ നമ്മൾ നമ്മുടെ ലോകം ചെറുതാക്കുന്നു. എന്നാൽ ഈ ഡിറ്റാച്ച്മെന്റ് നമ്മളെ വ്യത്യസ്ത വഴികളിലേക്കും സാധ്യതകളിലേക്കും പരിഹാരങ്ങളിലേക്കും നമ്മുടെ മനസ്സിനെ തുറന്നുവിടാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കണം, എപ്പോൾ സംഭവിക്കണം എന്ന് നമ്മൾ അമിതമായി നിർബന്ധം പിടിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള അനന്തമായ അവസരങ്ങളെ നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ്.
പ്രപഞ്ചത്തിന് നമ്മളെ സഹായിക്കാൻ ഒരുപാട് വഴികളുണ്ടാവും, പക്ഷേ നമ്മുടെ പിടിവാശി കാരണം നമ്മൾ ആ വഴികൾ കാണാതെ പോകുന്നു. ഒന്ന് ശ്രദ്ധിക്കൂ, ഈ ഡിറ്റാച്ച്മെൻ്റ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുക എന്നോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കുക എന്നോ അല്ല അർത്ഥം. മറിച്ച് എല്ലാം അതിൻ്റെ സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു എന്നത് കാണിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കണം, അതിൽ മാറ്റം വരുത്തരുത്. പക്ഷേ ഓരോ ചെറിയ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഉപേക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ നിയമം എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇനി ഈ ഡിറ്റാച്ച്മെൻറ്റ് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്നും ദിവസേന എങ്ങനെ പ്രയോഗിക്കാമെന്നും നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേതാണ് ലക്ഷ്യങ്ങൾ വെക്കുക, എന്നിട്ട് വിട്ടുകളയുക. നിങ്ങൾ എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു ഡയറിയിൽ എഴുതുക, അവ മനസ്സിൽ സങ്കല്പിക്കുക, അതായത് വിഷ്വലൈസേഷൻ. നിങ്ങളത് നേടിയെടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ആ ലക്ഷ്യങ്ങൾ എങ്ങനെ എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് പൂർണ്ണമായും നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിക്കുക. പ്രപഞ്ചം നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ശരിയായ സമയത്ത് നയിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മികച്ച വഴികളിലൂടെയാകും അത് നമ്മുടെ മുന്നിൽ എത്തുന്നത്. രണ്ടാമത്തേതാണ് അനിശ്ചിതത്വത്തെ സ്വീകരിക്കുക. അതായത് ജീവിതം മുഴുവൻ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നിറഞ്ഞതാണ്. നമുക്കെപ്പോഴും എല്ലാം പ്രവചിക്കാൻ കഴിയില്ല, പക്ഷേ അവിടെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും. അജ്ഞാതമായതിനെ ഭയപ്പെടുന്നതിന് പകരം അതിനെ പരിധിയില്ലാത്ത സാധ്യതകളുള്ള ഒരു പാതയായിട്ട് കാണുക. എല്ലാ ദിവസവും സ്വയം ഓർമ്മിപ്പിക്കുക, അജ്ഞാതമായത് നമ്മുടെ ജീവിതാനുഭവത്തിൻ്റെ ഒരു ഭാഗമാണ്. അതെ, നമുക്കറിയില്ല നാളെ എന്താ സംഭവിക്കുന്നതെന്ന്, പക്ഷേ ആ അറിവില്ലായ്മയിൽ ഒരുപാട് സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി മൂന്നാമത്തേതാണ് നിസ്സംഗത ശീലമാക്കുക, അതായത് പ്രതിരോധിക്കാതിരിക്കുക. നിസ്സംഗത എന്നാൽ ജീവിതത്തെ എതിർത്ത് പോരാടുന്നതിന് പകരം അതിനൊപ്പം ഒഴുകുക എന്നതാണ്. അതായത് പ്രതിരോധിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങളൊരു പുഴയിൽ നീന്തുന്നത് സങ്കല്പിക്കുക. പുഴയുടെ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചാൽ നമുക്ക് കൂടുതൽ ഊർജ്ജം നഷ്ടപ്പെടും, അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഴുക്കിനൊപ്പം നീന്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുകയോ ബലം പ്രയോഗിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം ആ സാഹചര്യം നിങ്ങൾക്ക് എന്ത് പാഠമാണ് നൽകുന്നത്, അല്ലെങ്കിൽ എന്തവസരമാണ് നൽകുന്നത് എന്ന് ചിന്തിക്കുക. ഓരോ ചെറിയ കാര്യങ്ങളും സൂക്ഷ്മമായി നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ ജീവിതം അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോകാൻ അനുവദിക്കുക. ഇനി നാലാമത്തേതാണ് പ്രപഞ്ചത്തെ വിശ്വസിക്കുക എന്നത്. ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്നറിയാമോ? അത് വിശ്വാസമാണ്. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്ന് വിശ്വസിക്കുക. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടനെ നടന്നില്ലെന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് നിരാശ തോന്നിയേക്കാം. പക്ഷേ സ്വയം ഓർമ്മിപ്പിക്കുക, എല്ലാം തികഞ്ഞ ദൈവിക സമയത്താണ് സംഭവിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയാത്തൊരു വലിയ പ്ലാൻ പ്രപഞ്ചത്തിനുണ്ടാകും. ആ സമയത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. ഇതുവരെ ഞാൻ പറഞ്ഞത് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്നതാണ്. അതിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ലക്ഷ്യങ്ങൾ വെക്കുക, എന്നിട്ട് വിട്ടുകളയുക. രണ്ടാമത്തേത് അനിശ്ചിതത്വത്തെ സ്വീകരിക്കുക. മൂന്നാമത്തേത് നിസ്സംഗത ശീലമാക്കുക, അതായത് പ്രതിരോധിക്കാതിരിക്കുക. നാലാമത്തേത് പ്രപഞ്ചശക്തിയെ വിശ്വസിക്കുക. ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് ഭയത്തിൻ്റെയും കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ വാശിയുടെയും ചങ്ങലകളില്ലാതെ ധൈര്യമായി സ്വപ്നം കാണാൻ ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഡിറ്റാച്ച്മെന്റ് ശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ കൈകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് നിങ്ങൾ സ്വയം മോചിപ്പിക്കുന്നു.
നിങ്ങൾ എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് നിർത്തും. ഇതിൻ്റെ ഫലം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ജീവിതം കൂടുതൽ സ്വാഭാവികമായി ഒഴുകാൻ തുടങ്ങും. കാര്യങ്ങൾ ഒരുപാട് പരിശ്രമമില്ലാതെ തന്നെ അതിൻ്റെ വഴികളിൽ വന്നു ചേരുന്നതായി നിങ്ങൾക്ക് തോന്നും. ഒരു നദി ഒഴുകുന്നത് പോലെ തടസ്സങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോകും. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഡിറ്റാച്ച്മെൻ്റ് എന്നത് ഒരു പരിശീലനമാണ്. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. ഓരോ ദിവസവും നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭാരം കുറഞ്ഞതായും കൂടുതൽ സ്വതന്ത്രരായും ജീവിതത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കുമായി കൂടുതൽ യോജിച്ചതായും തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, അതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് ഫലത്തെ വിട്ടുകൊടുക്കുക. എല്ലാം സംഭവിക്കുന്നത് പോലെ തന്നെ നടക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം ഒരു മനോഹരമായ യാത്രയാണ്. അത് ഒഴുകാൻ അനുവദിക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്